സാധാരണ പുറത്ത് പോകാനല്ലാതെ ഞങ്ങൾ രണ്ടുപേരും താഴത്തേക്ക് ഇറങ്ങാറ് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് അത് മേടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇന്നും ഇപ്പം അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഉച്ചരൊക്കെ ആയപ്പോൾ ഉച്ചരാന്ന് പറയാൻ പറ്റില്ല, അതിന് കുറച്ച് മുന്നേട്ടോ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നാൻ കൊള്ളാമെന്നൊരു തോന്നൽ വരൂലേ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 ജ്യൂസും ഒരു ബർഗറും ഓർഡർ ചെയ്തു കേട്ടോ. ബർഗർ കുറേ കാലത്തിന് ശേഷം ഞാൻ തിന്നണത്. ഇവിടെ വന്ന സമയത്തൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമല്ല ബർഗർ. കഴിക്കുമോ വെച്ചാൽ കഴിക്കും, ഇല്ലയോ വെച്ചാൽ ഇല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ. ബർഗറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കല്യാണി ആദ്യമായിട്ടാണ് ബർഗർ കഴിക്കുന്നത്. അപ്പോൾ 2 ജ്യൂസ് പറഞ്ഞത് മാങ്ങ ജ്യൂസായിരുന്നു കേട്ടോ. കല്യാണിക്ക് മാങ്ങ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ ജ്യൂസ് പറഞ്ഞാൽ ഒറിജിനൽ മാങ്ങയുടെ ജ്യൂസൊന്നും അല്ല കേട്ടോ, മാങ്ങയുടെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം കുഞ്ഞു കുട്ടിയുടെ സമയത്ത് നന്നായിട്ട് ജ്യൂസ് കുടിക്കായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് അഡിക്റ്റാണ് ആൾ. അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്തു. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി. ഞാൻ മധുരമില്ലാത്ത ചായയാണ് കുടിച്ചത്, കാരണം പഞ്ചസാര ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കല്യാണിക്ക് ന്യൂട്രിമിക്സിൻ്റെ പൗഡർ കളിക്കിട്ട് അതും കൊടുത്തു. പിന്നെ ഇന്നത്തെ നമ്മുടെ ചായക്കടി ഇതാ ഇയാളാണ്, റസ്ക്. ഇന്നത്തെ വൈകുന്നേരം ഇത്രയേ ഉള്ളൂ.